ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ സർവ്വസാധാരണയായിട്ട് കണ്ടുവരാറുള്ള ഒന്നാണ് പനിയും ജലദോഷവും ചുമയും കഫക്കെട്ടുമൊക്കെ. ഇതിനുള്ള ഒരു പരിഹാരമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇതൊരു 100% എഫക്റ്റീവാണ്, നാച്ചുറൽ റെമഡിയും കൂടിയാണ്. എൻ്റെ മോൾക്ക് ഇത് ട്രൈ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാമെന്ന് തോന്നിയത്. 7.5 മാസത്തിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് 100°F അതിലും മുകളിലോ പനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഹോം റെമഡീസ് മാത്രം ആശ്രയിച്ചിരിക്കരുത്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കണ്ടുവരാറുള്ള ഒന്നാണ് പനിക്കൂർക്കയില. പനിക്കൂർക്കയുടെ 2-3 ഇല എടുത്തിട്ട് നമ്മളത് വാട്ടിപ്പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം. ഈ നീരെടുക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നമ്മളിത് ഡയറക്റ്റ് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചാണ് വാട്ടിപ്പിഴിയേണ്ടത്. കാരണം വേറൊന്നുമല്ല, ഇഡ്ഡലിത്തട്ടിലിട്ട് വാട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ജലാംശം കൂടി അതിലേക്ക് ആഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്ക് ഓൾറെഡി പനിക്കൂർക്കയുടെ ഇലയിൽ തന്നെ അതിനുള്ള വാട്ടർ കണ്ടൻറ് ഉണ്ട്. നമുക്കിതിന് അത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ വാട്ടിപ്പിഴിഞ്ഞെടുത്ത നീര് നമ്മളൊരു സ്പൂണിലേക്കോ കയ്യിലേക്കോ മാറ്റി വെക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുള്ളൊരു സാധനമാണ് ഈ രാസ്നാദിപ്പൊടി എന്ന് പറയുന്നത്. ഈ രാസ്നാദിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ച് ഒന്നുകൂടി ചൂടാക്കിയെടുക്കണം. ചൂടാക്കുമ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കും ഇത് ലഭിക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മളിത് നമ്മുടെ കുഞ്ഞിൻ്റെ നെറുകയിലേക്കോ ചെവിയുടെ പുറകിലേക്കോ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നെറുകയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. ചൂടാറിയതിന് ശേഷം മാത്രമേ കുഞ്ഞിൻ്റെ നെറുകയിലേക്കും ചെവിയുടെ പുറകിലേക്കും അപ്ലൈ ചെയ്യാവുള്ളൂ. നമുക്കിത് കുളിച്ച് കഴിഞ്ഞ ഉടനെയോ അല്ലാത്തപ്പോഴോ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കുഞ്ഞിൻ്റെ നെറുകയിലും ചെവിയുടെ പുറകിലും. അതുപോലെ തന്നെ 3 ദിവസം കണ്ടിന്യൂസ് ഇത് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുളസി ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും വാട്ടിപ്പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ തുളസിയിലയും പനിക്കൂർക്കയിലയും വാട്ടിപ്പിഴുമ്പോൾ നമുക്ക് തട്ടിലിട്ട് വാട്ടാം. അപ്പം അത് നമുക്ക് ഉള്ളിലേക്ക് കുടിക്കാനുള്ളത് കൊണ്ട് അതിലേക്ക് എക്സ്ട്രാ വാട്ടർ കണ്ടൻറ്റ് വന്നാലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.